വടക്കുംനാഥ ക്ഷേത്രത്തിലെ നെയ്മല ഇടിഞ്ഞു. ഇന്ന് രാവിലെയാണ് നെയ്മല ഇടിഞ്ഞതായി കാണപ്പെട്ടത്. വടക്കു പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് നെയ്മല ഇടിഞ്ഞത്. സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, നെയ്മല എന്നാൽ ഈ നെയ്യ് കൂട്ടി വച്ചിരിക്കുന്ന ഇടം എന്നാണോ? കൃഷ്ണരാജ്, അതായത് വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി വടക്കുംനാഥന് സമർപ്പിക്കുന്ന നെയ്യ് അത് അഭിഷേകം ചെയ്യുമ്പോൾ അത് ആ ഭഗവാന്റെ ആ ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബിംബത്തിലേക്ക് ലയിക്കുന്നു എന്നാണ് വിശ്വാസം. അത്തരത്തിൽ രൂപപ്പെട്ടിട്ടുള്ള മലയാണ് നെയ്മല എന്നറിയപ്പെടുന്നത്. കാലങ്ങളായിട്ട് അവിടെ ഈ നെയ്യ് അഭിഷേകം ചെയ്യുമ്പോഴേക്കും അവിടെ സമർപ്പിക്കപ്പെടുന്ന നെയ്യ് സാധാരണ നിലയിൽ നെയ്യ് ഒഴിക്കുമ്പോൾ അവ ഒഴുകിപ്പോകുന്നതാണ് രീതിയെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിൻ്റെ ഒരു ഭാഗം അത് ആ ഒരു വടക്കുംനാഥൻ്റെ ബിംബത്തിലേക്ക്, ആ ശിവലിംഗത്തിലേക്ക് ആഗീരണം ചെയ്യുന്ന, അല്ലെ അവിടെ അത് പറ്റിയിരിക്കുന്ന ഒരു രീതിയാണ്. അത് വടക്കുംനാഥൻ്റെ മാത്രമായിട്ടുള്ള സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഒരു പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രം. അത്തരത്തിൽ പറ്റിയിരുന്ന, അല്ലെ അത്തരത്തിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ നെയ്മലയിൽ ഇടിവുണ്ടായിരിക്കുന്നു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ആ ഒരു പ്രദേശത്താണ് ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ വടക്കുംനാഥ ക്ഷേത്ര ദേവസ്വം അല്പം മുമ്പ് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. നെയ്മല ഇടിഞ്ഞിട്ടുണ്ട്. 11.5 ഗ്രാം നെയ്യാണ് ഇത്തരത്തിൽ ഇടിഞ്ഞിട്ടുള്ളതും ആ നെയ്യ് ദേവസ്വം മേൽശാന്തി അടക്കം, ക്ഷേത്ര മേൽശാന്തി അടക്കം അതെടുത്ത് ദേവസ്വം ഭാരവാഹികൾക്ക് ഔദ്യോഗികമായിട്ട് കൈമാറിയിട്ടുണ്ടെന്നുള്ള അറിയിപ്പാണ് ദേവസ്വം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നെയ്മല ഇതിനു മുമ്പ് ഇടിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം തെറ്റാണെന്നും അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും കൂടി ദേവസ്വം പറയുന്നു. ഈ നെയ്മല ഇടിയുന്നതുമായി ബന്ധപ്പെട്ട വിശ്വാസം പലതരത്തിലാണുള്ളത്. അതായത് ഈ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ചില സൂചനകൾ നൽകുന്നത് ഇത്തരത്തിലാണ്. ആ ഒരു ഘട്ടങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിൽ നെയ്മല ഇടിയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സൂചനയാണ് ഈ ഒരു തിരുവമ്പാടിയിലെ വെടിക്കെട്ടിന് മുൻപായിട്ടുള്ള ഒരു സൂചന പോലെയാണ് ഇത്തരത്തിലുള്ള നെയ്മല ഇടിഞ്ഞതെന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കോണുകളിൽ നിന്നും വിശ്വാസികൾക്കിടയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി നടക്കുമ്പോഴാണ് നെയ്മല ഇടിഞ്ഞു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഈ വടക്കുംനാഥ ക്ഷേത്ര ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്നും അല്പം മുമ്പ് ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണരാജ്, ശരി. നെയ്മല ഇടിഞ്ഞു വീണു വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.